ഓം ശാന്തി. 6/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഇത് കയറുന്ന കലയുടെ സമയമാണ്. ഭാരതം ദരിദ്രത്തിൽ നിന്നും സമ്പന്നമാകുന്നു. നിങ്ങൾ ബാബയിൽ നിന്നും സത്യയോഗി ചക്രവർത്തി പദവിയുടെ സമ്പത്ത് നേടും. ചോദ്യം: ബാബയുടെ ഏതൊരു ടൈറ്റിൽ ശ്രീകൃഷ്ണന് നൽകുവാൻ സാധിക്കില്ല? ഉത്തരം: ബാബ ദരിദ്രരുടെ നാഥനാണ്. ശ്രീകൃഷ്ണനെ ഇങ്ങനെ പറയുകയില്ല. കൃഷ്ണൻ വളരെ ധനവാനാണ്. കൃഷ്ണന്റെ രാജ്യത്തിൽ എല്ലാവരും ധനികരാണ്. ബാബ എപ്പോൾ വരുന്നുവോ അപ്പോൾ ഏറ്റവും ദരിദ്രം ഭാരതമാണ്. ഭാരതത്തെ തന്നെയാണ് സമ്പന്നമാക്കി മാറ്റുന്നത്. നിങ്ങൾ പറയുന്നു, നമ്മുടെ ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോഴല്ല, വീണ്ടും ആകാൻ പോകുന്നു. ദരിദ്രരുടെ നാഥനായ ബാബ തന്നെയാണ് ഭാരതത്തെ സ്വർഗമാക്കുന്നത്. ഗീതം ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഈ ഗീതം കേട്ടു. ഏതുപോലെ ആത്മാവ് ഗുപ്തമാണ്, ശരീരം പ്രത്യക്ഷമാണ്. ആത്മാവ് ഈ കണ്ണുകളിലൂടെ കാണപ്പെടുന്നില്ല, ഇൻകോഗ്നിറ്റോ ആണ്, ഗുപ്തമാണ്. തീർച്ചയായും ഉണ്ട്, പക്ഷേ ഈ ശരീരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ ആത്മാവ് ഗുപ്തമാണ് എന്ന് പറയുന്നു. ആത്മാവ് സ്വയം പറയുന്നു, ഞാൻ നിരാകാരമാണ്, ഇവിടെ സാകാരത്തിൽ വന്ന് ഗുപ്തമായിരിക്കുന്നു. ആത്മാക്കളുടേത് നിരാകാരി ലോകമാണ്. അതിൽ ഗുപ്തം എന്ന കാര്യമില്ല. പരംപിത പരമാത്മാവും അവിടെ നിവസിക്കുന്നു. ആ ഒന്നിനെ പറയുന്നത് സുപ്രീം എന്നാണ്. ഉയർന്നതിലും ഉയർന്ന ആത്മാവ്, ഏറ്റവും ഉപരി വസിക്കുന്ന പരമാത്മാവ്. ബാബ പറയുന്നു, ഏതുപോലെ നിങ്ങൾ ഗുപ്തമാണോ, എനിക്കും ഗുപ്തമായി തന്നെയാണ് വരേണ്ടത്. ഞാൻ ഗർഭജയിലിൽ വരുന്നില്ല. എൻ്റെ നാമം ഒരേ ഒരു ശിവൻ എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഈ ശരീരത്തിൽ വരുന്നു, അപ്പോഴും എൻ്റെ നാമം മാറുന്നില്ല. ശരീരം ഇദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റേതാണ്. ഈ ഒന്നിൻ്റെ നാമവും മാറുന്നു. എന്നെയാണെങ്കിൽ ശിവൻ എന്ന് തന്നെയാണ് പറയുന്നത്. സർവ ആത്മാക്കളുടെയും പിതാവാണ്. നിങ്ങൾ ആത്മാക്കൾ ഈ ശരീരത്തിൽ ഗുപ്തമാണ്. ഈ ശരീരത്തിലൂടെ കർമ്മം ചെയ്യുന്നു. ജ്ഞാനം ഗുപ്തമാണ്. കുട്ടികൾക്ക് ഈ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഈ ശരീരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആത്മാവ് ഇൻകോഗ്നിറ്റോ ആണ്, ഗുപ്തമാണ്. ശരീരം കോഗ്നിറ്റോ ആണ്. ഞാനും അശരീരിയാണ്. ഇൻകോഗ്നിറ്റോ ആയ ബാബ ഈ ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നു. നിങ്ങളും ഇൻകോഗ്നിറ്റോ ആണ്, ശരീരത്തിലൂടെ കേൾക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് ഭാരതത്തെ വീണ്ടും ദരിദ്രത്തിൽ നിന്നും സമ്പന്നമാക്കുവാനായി. നിങ്ങൾ പറയും നമ്മുടെ ഭാരതം എന്ന്. ഓരോരുത്തരും തൻ്റെ സ്റ്റേറ്റിനെ നമ്മുടെ ഗുജറാത്ത്, നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയും. നമ്മുടെ എന്ന് പറയുന്നതിലൂടെ അതിൽ മോഹമുണ്ടായിരിക്കും. നമ്മുടെ ഭാരതം ദരിദ്രമാണ്, ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതം എപ്പോഴാണ് സമ്പന്നമായിരുന്നത്, എങ്ങനെയാണ് ആയിരുന്നത് എന്ന് അവർക്കറിയില്ല. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം ലഹരിയുണ്ട്. നമ്മുടെ ഭാരതം വളരെയധികം സമ്പന്നമായിരുന്നു. ദുഃഖത്തിൻ്റെ കാര്യമേ ഉണ്ടായിരുന്നില്ല. സത്യയുഗത്തിൽ മറ്റൊരു ധർമ്മം ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മമായിരുന്നു. ഇതാർക്കും അറിയില്ല. വേൾഡിൻ്റെ ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആരും അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഭാരതം വളരെ സമ്പന്നമായിരുന്നു, ഇപ്പോൾ വളരെ ദരിദ്രമാണ്. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്
സമ്പന്നമാക്കുവാൻ. ഭാരതം സത്യയുഗത്തിൽ വളരെ സമ്പന്നമായിരുന്നു. അപ്പോൾ ദേവീ ദേവന്മാരുടെ രാജ്യമായിരുന്നു. പിന്നെ ആ രാജ്യം എവിടെ പോയി? ഇതാരും അറിയുന്നില്ല. ഋഷിമുനിമാരും മറ്റും പറഞ്ഞിരുന്നു, നമ്മൾ രചയിതാവിനെയും രചനയെയും അറിയുന്നില്ല എന്ന്. ബാബ പറയുന്നു, സത്യയുഗത്തിലും ദേവീ ദേവന്മാർക്ക് രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. തങ്ങൾ പടിയിറങ്ങി കലിയുഗത്തിലേക്ക് പോകും എന്ന ജ്ഞാനം അഥവാ അവർക്കുണ്ടായിരുന്നു എങ്കിൽ ചക്രവർത്തി പദവിയുടെ സുഖം ഉണ്ടായിരിക്കുമായിരുന്നില്ല, ചിന്ത ഉണ്ടാകുമായിരുന്നേനെ. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തയുണ്ടായി, നമ്മൾ സദോ പ്രധാനം ആയിരുന്നു, വീണ്ടും നമ്മൾ എങ്ങനെ സദോ പ്രധാനമാകും? നമ്മൾ ആത്മാക്കൾ നിരാകാരി ലോകത്ത് വസിച്ചിരുന്നു. അവിടെ നിന്നും വീണ്ടും എങ്ങനെ സുഖധാമത്തിൽ വന്നു? ഈ ജ്ഞാനവുമുണ്ട്. നമ്മൾ ഇപ്പോൾ കയറുന്ന കലയിലാണ്. ഇത് 84 ജന്മങ്ങളുടെ പടിയാണ്. ഡ്രാമയനുസരിച്ച് ഓരോ ആക്ടറും നമ്പർ അനുസരിച്ച് തൻ്റേതായ സമയത്ത് വന്ന് പാർട്ട് അഭിനയിക്കും. ദരിദ്രരുടെ നാഥൻ എന്ന് ആരെയാണ് പറയുന്നത് എന്ന് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം. ഇത് ലോകം അറിയുന്നില്ല. ഗീതത്തിലും കേട്ടു. ഏത് ദിവസത്തിന് വേണ്ടിയാണോ കാത്തിരുന്നത്, ഒടുവിൽ ആ ദിവസം ഇന്ന് വന്നു ചേർന്നു. എല്ലാവരും ഭക്തരാണ്. ഭഗവാൻ എപ്പോഴാണ് വന്ന് ഭക്തരായ നമ്മളെ ഈ ഭക്തി മാർഗത്തിൽ നിന്നും മോചിപ്പിച്ച് സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഇത് ഇപ്പോൾ മനസ്സിലാക്കി. ബാബ വീണ്ടും വന്നു കഴിഞ്ഞു ഈ ശരീരത്തിൽ. ശിവജയന്തിയും ആഘോഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും വരുന്നു. ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ വരുന്നു എന്നല്ല, അങ്ങനെയല്ല. ബാബ പറയുന്നു, കൃഷ്ണന്റെ ആത്മാവ് 84 ജന്മങ്ങൾ എടുത്തു. കൃഷ്ണന്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമ ജന്മമാണിത്. ആരാണോ ആദ്യ നമ്പറിലായിരുന്നത്, ആ ഒന്ന് ഇപ്പോൾ അന്തിമത്തിലാണ്. തത്വം, അതായത് അത് നീയാകുന്നു. ഞാൻ വരുന്നത് സാധാരണ ശരീരത്തിലാണ്. നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നു, നിങ്ങൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. സർദാർമാരും മനസ്സിലാക്കുന്നു, ഏക് ഓംകാർ പരംപിത പരമാത്മാ ബാബയാണ് എന്ന്. ആ ഒന്ന് തീർച്ചയായും മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നയാളാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ദേവതയാകില്ല? ആര് ദേവതയായിട്ടുണ്ടാകുമോ അവർ തീർച്ചയായും ഒട്ടിച്ചേരും. ദേവീ ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് ഒരാൾ പോലും സ്വയം മനസ്സിലാക്കുന്നില്ല. മറ്റ് ധർമ്മങ്ങളുടെ ഹിസ്റ്ററി വളരെ ചെറുതാണ്. ചിലത് 500 വർഷത്തിൻ്റെ, ചിലത് 1250 വർഷത്തിൻ്റെ. നിങ്ങളുടെ ഹിസ്റ്ററി 5000 വർഷത്തിൻ്റേതാണ്. ദേവതാധർമ്മത്തിലുള്ളവർ തന്നെയാണ് സ്വർഗത്തിൽ വരുന്നത്. മറ്റ് ധർമ്മങ്ങൾ വരുന്നത് തന്നെ പിന്നീടാണ്. ദേവതാധർമ്മത്തിലുള്ളവർ തന്നെ ഇപ്പോൾ മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായിപ്പോയി. ഡ്രാമയനുസരിച്ച് വീണ്ടും ഇങ്ങനെ കൺവേർട്ടാകും. പിന്നെ അവരവരുടെ ധർമ്മങ്ങളിലേക്ക് മടങ്ങി വരും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ സ്വർഗം സ്ഥാപിക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകില്ല? ബാബയിൽ നിന്നും നമ്മൾ തീർച്ചയായും സമ്പത്തെടുക്കും. അപ്പോൾ ഇതിലൂടെ തെളിയുന്നത് ഇവർ നമ്മുടെ ധർമ്മത്തിലേതാണ് എന്നതാണ്. ധർമ്മത്തിലല്ലാത്തവർ വരികയേയില്ല. അന്യധർമ്മത്തിലേക്ക് എന്തിനു പോകണം എന്ന് പറയും. കുട്ടികളായ നിങ്ങൾക്കറിയാം, സത്യയുഗമാകുന്ന പുതിയ ലോകത്തിൽ ദേവതമാർക്ക് വളരെ സുഖമുണ്ടായിരുന്നു. സ്വർണത്തിൻ്റെ കൊട്ടാരമുണ്ടായിരുന്നു. സോമനാഥൻ്റെ ക്ഷേത്രത്തിൽ എത്ര സ്വർണമുണ്ടായിരുന്നു! ഇങ്ങനെ മറ്റൊരു ധർമ്മം ഉണ്ടായിരിക്കുന്നതേയില്ല. സോമനാഥ ക്ഷേത്രം പോലെ ഇത്രയും വലിയ ക്ഷേത്രം മറ്റൊന്നുണ്ടാകില്ല. വളരെയധികം വജ്രവൈഡൂര്യങ്ങൾ ഉണ്ടായിരുന്നു. ബുദ്ധൻ്റെയോ മറ്റോ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടായിരിക്കുന്നില്ല.
നിങ്ങൾ കുട്ടികളെ ഏത് ബാബയാണോ ഇത്രയും ഉയർന്നതാക്കിയത്, നിങ്ങൾ ആ ഒന്നിൻ്റെ എത്ര മാന്യത വെച്ചു? മാന്യത വയ്ക്കാറുണ്ടല്ലോ. നല്ല കർമ്മം ചെയ്തു പോയി എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല കർമ്മം പതീത പാവനായ ബാബ തന്നെയാണ് ചെയ്തിട്ട് പോകുന്നത്. നിങ്ങളുടെ ആത്മാവ് പറയുന്നു, ഏറ്റവും ഉത്തമത്തിൽ നിന്നും ഉത്തമമായ സേവനം പരിധിയില്ലാത്ത ബാബ വന്നു ചെയ്യുന്നു. നമ്മളെ ദരിദ്രനിൽ നിന്നും ധനികൻ, ബെഗറിൽ നിന്നും പ്രിൻസാക്കുന്നു. ആരാണോ ഭാരതത്തെ സ്വർഗമാക്കുന്നത്, ആ ഒന്നിൻ്റെ മാന്യത ആരും വയ്ക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്ന ക്ഷേത്രമായി പാടപ്പെട്ടിട്ടുള്ളത് കൊള്ളയടിച്ചു. ലക്ഷ്മി നാരായണൻ്റെ ക്ഷേത്രത്തെ ഒരിക്കലും ആരും കൊള്ളയടിച്ചില്ല. സോമനാഥൻ്റെ ക്ഷേത്രമാണ് കൊള്ളയടിച്ചത്. ഭക്തിമാർഗത്തിൽ വളരെ സമ്പന്നമാണ്. രാജാക്കന്മാരും നമ്പർ വാർ ആയിരിക്കുമല്ലോ. ആരാണോ ഉയർന്ന പദവിയുള്ളവർ, ചെറിയ പദവിയുള്ളവർ അവരുടെ മാന്യത വയ്ക്കുന്നു. ദർബാറിലും നമ്പർ അനുസരിച്ചാണ് ഇരുത്തുന്നത്. ബാബ അനുഭവിയാണല്ലോ. ഇവിടെയുള്ള ദർബാർ പതീത രാജാക്കന്മാരുടേതാണ്. പാവന രാജാക്കന്മാരുടെ ദർബാർ എങ്ങനെയായിരിക്കും? അവരുടെ അടുക്കൽ ഇത്രയും ധനമുള്ളപ്പോൾ അവരുടെ വീടും അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വർഗത്തിലെ മഹാറാണിയും മഹാരാജാവുമാകുന്നു. പിന്നെ നമ്മൾ വീണ് വീണ് ഭക്തരാകും. അപ്പോൾ ആദ്യം ശിവബാബയുടെ പൂജാരിയാകും. ആരാണോ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റിയത്, ആ ഒന്നിൻ്റെ തന്നെ പൂജ ചെയ്യും. ആ ഒന്ന് നമ്മളെ വളരെ ധനികനാക്കുന്നു. ഇപ്പോൾ ഭാരതം എത്ര ദരിദ്രമാണ്. 500 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ഭൂമിയുടെ വാല്യൂ ഇന്ന് 5000-നേക്കാളും അധികമായി. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ വിലയാണ്. അവിടെ ഭൂമിക്ക് മൂല്യമുണ്ടായിരിക്കുന്നില്ല. ആർക്ക് എത്ര വേണമോ അത്രയും എടുക്കാം. വളരെയധികം ഭൂമി ഉണ്ടായിരിക്കും. മധുരമായ നദികളിൽ നിങ്ങളുടെ കൊട്ടാരമുണ്ടായിരിക്കും. മനുഷ്യർ വളരെ കുറവായിരിക്കും. പ്രകൃതി ദാസിയായിരിക്കും. വളരെ നല്ല ഫലപുഷ്പങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ എത്ര പ്രയത്നിക്കേണ്ടി വരുന്നു, എന്നിട്ടും അന്നം ലഭിക്കുന്നില്ല. മനുഷ്യർ വളരെയധികം വിശന്ന് ദാഹിച്ച് മരിക്കുന്നു. ഗീതം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ബാബയെ ദരിദ്രരുടെ നാഥൻ എന്ന് പറയുന്നു. ഗരീബ് നിവാസ്, അതായത് ദരിദ്രരുടെ നാഥൻ എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ. ആരെയാണ് സമ്പന്നരാക്കുന്നത്? തീർച്ചയായും എവിടെ വരുമോ അവരെ ആയിരിക്കുമല്ലോ ധനികരാക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമുക്ക് പാവനത്തിൽ നിന്നും പതീതമാകുന്നതിന് 5000 വർഷമെടുക്കുന്നു. ഇപ്പോൾ വീണ്ടും പെട്ടെന്ന് ബാബ പതീതത്തിൽ നിന്നും പാവനമാക്കുന്നു, ഉയർന്നതിൽ നിന്നും ഉയർന്നതാക്കുന്നു. 1 സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. ബാബ നമ്മൾ അങ്ങയുടേതാണ് എന്ന് പറയുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാണ്. ആൺകുട്ടി ജനിച്ചു, അപ്പോൾ അവകാശിയായി. എത്ര സന്തോഷമുണ്ടാകുന്നു. പെൺകുട്ടിയെ കണ്ടാൽ മുഖം വാടിപ്പോകുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാ ആത്മാക്കളും കുട്ടികളാണ്. ഇപ്പോൾ മനസ്സിലായി, നമ്മൾ 5000 വർഷം മുമ്പ് സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു. ബാബ ഇങ്ങനെ ആക്കിയിരുന്നു. ശിവജയന്തിയും ആഘോഷിക്കുന്നു. എന്നാൽ ആ ഒന്ന് എപ്പോഴാണ് വന്നിരുന്നത് എന്ന് അറിയുന്നില്ല. ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരുന്നു. ഇതും ആരും അറിയുന്നില്ല. ജയന്തി ആഘോഷിക്കുന്നു. കേവലം ലിംഗത്തിൻ്റെ വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ആ ഒന്ന് എങ്ങനെ വന്ന് എന്താണ് ചെയ്തത് ഒന്നും അറിയുന്നില്ല. ഇതിനെയാണ് ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മം ഏതാണ്? എപ്പോൾ സ്ഥാപിതമായി?
എന്നതിൻ്റെ അറിവ് തന്നെ അവർക്കില്ല. മറ്റ് ധർമ്മത്തിലുള്ളവർക്കറിയാം ബുദ്ധൻ എപ്പോൾ വന്നു, തിഥിയും തീയതിയുമുണ്ട്. ശിവബാബയുടെയും ലക്ഷ്മി നാരായണൻ്റെയും ഏതെങ്കിലും തിഥിയോ തീയതിയോ ഇല്ല. 5000 വർഷത്തിൻ്റെ കാര്യത്തെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്നെഴുതി. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ആർക്ക് ഓർമ്മ വരാനാണ്? ഭാരതത്തിൽ ദേവി ദേവതാ ധർമ്മം എപ്പോൾ ഉണ്ടായിരുന്നു, ഇത് മനസ്സിലാക്കുന്നില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ഭാരതത്തിൻ്റെ ജനസംഖ്യ ഏറ്റവും വലുതാകേണ്ടതാണ്. ഭാരതത്തിൻ്റെ ഭൂമിയും ഏറ്റവും വലുതാകേണ്ടതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ എത്ര മനുഷ്യരായിരിക്കും ജനിക്കുന്നത്? എണ്ണമറ്റ മനുഷ്യരുണ്ടാകുമായിരുന്നു. ഇത്രയും ഇല്ല, പിന്നെയും കുറഞ്ഞു. ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർ കേൾക്കുമ്പോൾ പറയുന്നു, ഈ കാര്യങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, ഏതെങ്കിലും ശാസ്ത്രത്തിൽ പഠിച്ചിട്ടില്ല. ഇത് വണ്ടർഫുള്ളായ കാര്യങ്ങളാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിൻ്റെ നോളജുണ്ട്. ഇദ്ദേഹം ബ്രഹ്മാവ് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൻ്റെയും അന്തിമത്തിൽ ഇപ്പോൾ പതീത ആത്മാവാണ്. സതോ പ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമാണ്. വീണ്ടും സതോ പ്രധാനമാകണം. ആത്മാക്കളായ നിങ്ങൾക്ക് ഇപ്പോൾ ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് കാതുകളിലൂടെ കേൾക്കുന്നു, ശരീരം ആടുന്നു, കാരണം ആത്മാവ് കേൾക്കുന്നുവല്ലോ. തീർച്ചയായും നമ്മൾ ആത്മാക്കൾ 84 ജന്മങ്ങൾ എടുക്കുന്നല്ലോ. 84 ജന്മങ്ങളിൽ 84 മാതാപിതാക്കളെ തീർച്ചയായും ലഭിച്ചിട്ടുണ്ടാകും. ഇതും കണക്കാണല്ലോ. ബുദ്ധിയിൽ വരുന്നുണ്ട്, നമ്മൾ 84 ജന്മങ്ങൾ എടുക്കുന്നു, പിന്നെ ജന്മങ്ങൾ കുറഞ്ഞവരും ഉണ്ടാകും. എല്ലാവരും 84 ജന്മങ്ങളൊന്നും എടുക്കില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചാണെങ്കിൽ പിന്നെയും 84 ജന്മം എന്നാണ് പറയുന്നത്. എന്നെക്കുറിച്ചാണെങ്കിൽ എണ്ണമറ്റ അസംഖ്യം ജന്മങ്ങൾ എന്ന് പറയുന്നു. കണങ്ങളിൽ കല്ലിലും മൺകട്ടയിലും ഉറപ്പിച്ചു. എവിടെ നോക്കിയാലും നീ തന്നെ നീയാണ്. കൃഷ്ണൻ തന്നെ കൃഷ്ണനാണ്. മധുരയിലും വൃന്ദാവനത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ തന്നെ സർവവ്യാപിയാണ്. രാധാമാർഗത്തിലുള്ളവർ പിന്നെ പറയും, രാധ തന്നെ രാധ, നീയും രാധ, ഞാനും രാധ. ഒരു ബാബ തന്നെയാണ് തീർച്ചയായും ദരിദ്രരുടെ നാഥൻ. ഭാരതം ഏറ്റവും സമ്പന്നമായിരുന്നു, ഇപ്പോൾ ഏറ്റവും ദരിദ്രമായിരിക്കുന്നു. അതിനാൽ എനിക്ക് ഭാരതത്തിൽ തന്നെയാണ് വരേണ്ടി വരുന്നത്. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. ഷൂട്ട് ചെയ്ത ഡ്രാമ അതേപോലെ റിപ്പീറ്റ് ആകും. ഇതിൽ അല്പം പോലും വ്യത്യാസമുണ്ടാവുകയില്ല. ഡ്രാമയുടെയും അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഡ്രാമ എന്നാൽ ഡ്രാമ. അത് പരിധിയുള്ള ഡ്രാമയാണ്, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ ആരും അറിയുന്നില്ല. ദരിദ്രരുടെ നാഥൻ എന്ന നിരാകാരനായ ഭഗവാനെ തന്നെയാണ് മാനിക്കുന്നത്, കൃഷ്ണനെ മാനിക്കുകയില്ല. കൃഷ്ണൻ ധനികനും സത്യയുഗത്തിലെ പ്രിൻസുമാകുന്നു. ഭഗവാന് തൻ്റേതായ ശരീരമില്ല. ആ ഒന്ന് വന്ന് കുട്ടികളായ നിങ്ങളെ ധനികരാക്കുന്നു. നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ ശിക്ഷണം നൽകുന്നു. പഠനത്തിലൂടെ ബാരിസ്റ്ററും മറ്റുമായി പിന്നെ സമ്പാദിക്കുന്നു. ബാബയും നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഭാവിയിൽ നരനിൽ നിന്നും നാരായണനാകുന്നു. നിങ്ങളുടെ ജന്മമുണ്ടാകുമല്ലോ. സ്വർഗം ഏതെങ്കിലും സമുദ്രത്തിൽ നിന്നും പുറത്തു വരികയൊന്നുമില്ല. കൃഷ്ണനും ജന്മമെടുത്തുവല്ലോ. കംസപുരിയോ മറ്റോ ആ സമയം ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ്റെ പേര് എത്ര പാടപ്പെടുന്നു, കൃഷ്ണൻ്റെ പിതാവിൻ്റേത് പാടപ്പെടുന്നില്ല. കൃഷ്ണൻ്റെ പിതാവ് ആരാണ്? തീർച്ചയായും കൃഷ്ണൻ ആരുടെയെങ്കിലും പുത്രനായിരിക്കുമല്ലോ.
കൃഷ്ണൻ ജന്മമെടുക്കുമ്പോൾ കുറച്ചൊക്കെ പതീതരുമുണ്ടായിരിക്കും. എപ്പോഴാണോ അവർ തീർത്തും ഇല്ലാതാകുന്നത്, അപ്പോൾ കൃഷ്ണൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു, തൻ്റെ രാജ്യം എടുക്കുന്നു. അപ്പോൾ മുതൽ തന്നെയാണ് അവരുടെ സംവത്സരം ആരംഭിക്കുന്നത്. ലക്ഷ്മി നാരായണന്മാർ മുതലാണ് സംവത്സരം ആരംഭിക്കുന്നത്. നിങ്ങൾ മുഴുവൻ കണക്കും എഴുതുന്നു. ഇവരുടെ രാജ്യം ഇത്ര സമയം, പിന്നെ ഇവരുടേത് ഇത്ര സമയം. അപ്പോൾ ഈ കൽപ്പത്തിൻ്റെ ആയുസ് വലുതാവുക സാധ്യമല്ല എന്ന് മനുഷ്യർ മനസ്സിലാക്കും. 5000 വർഷത്തിൻ്റെ പൂർണ്ണ കണക്കുണ്ട് കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്നുണ്ടല്ലോ. നമ്മൾ ഇന്നലെ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നു, ബാബ ആക്കിയിരുന്നു. അതിനാലാണ് ആ ഒന്നിൻ്റെ ശിവജയന്തി നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും അറിയാം, ക്രൈസ്റ്റ്, ഗുരു നാനാക്ക് തുടങ്ങിയവർ വീണ്ടും എപ്പോൾ വരും? ഈ നോളജ് നിങ്ങൾക്കുണ്ട്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും അതേപോലെ റിപ്പീറ്റ് ആകുന്നു. ഈ പഠനം എത്ര സഹജമാണ്. നിങ്ങൾ സ്വർഗത്തെ അറിയുന്നു. തീർച്ചയായും ഭാരതം സ്വർഗമായിരുന്നു. ഭാരതം അവിനാശി ഖണ്ഡമാണ്. ഭാരതത്തിന് പോലുള്ള മഹിമ മറ്റൊന്നിനും ഉണ്ടാവുക സാധ്യമല്ല. സർവരെയും പതിതത്തിൽ നിന്നും പാവനമാക്കുന്നവൻ ഒരേ ഒരു ബാബയാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിൽ വെച്ചുകൊണ്ട് സർവ ചിന്തകളും ഉപേക്ഷിക്കണം. സദോ പ്രധാനമാകുന്നതിൻ്റെ ഏക ചിന്ത വയ്ക്കണം. ദരിദ്രരുടെ നാഥനായ ബാബ ഭാരതത്തെ ദരിദ്രത്തിൽ നിന്നും സമ്പന്നമാക്കുവാൻ വന്നിരിക്കുന്നു. ആ ഒന്നിൻ്റെ പരിപൂർണ സഹായിയാകണം. തൻ്റെ പുതിയ ലോകത്തെ ഓർമ്മിച്ച് സദാ സന്തോഷത്തിലിരിക്കണം. വരദാനം: ഹൃദയത്തിൽ സദാ ഒരു രാമനെ പ്രതിഷ്ഠിച്ച് സത്യമായ സേവനം ചെയ്യുന്ന മായാജീതം വിജയിയുമായി ഭവിക്കട്ടെ. ഹനുമാന്റെ വിശേഷത കാണിക്കുന്നു. ഹനുമാൻ സദാ സേവാധാരിയും മഹാവീരനും ആയിരുന്നു. അതിനാൽ സ്വയം കത്തിയില്ല, എന്നാൽ വാലുകൊണ്ട് ലങ്ക കത്തിച്ചു. അതിനാൽ ഇവിടെയും ആരാണോ സദാ സേവാധാരി, അവർക്ക് തന്നെയാണ് മായയുടെ അധികാരത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നത്. ആര് സേവാധാരി അല്ലയോ, അവർക്ക് മായയുടെ രാജ്യത്തെ കത്തിക്കുവാൻ സാധിക്കില്ല. ഹനുമാന്റെ ഹൃദയത്തിൽ സദാ ഒരു രാമൻ വസിച്ചിരുന്നു. അപ്പോൾ ബാബയല്ലാതെ മറ്റാരും ഹൃദയത്തിൽ ഉണ്ടാകരുത്. തൻ്റെ ദേഹത്തിൻ്റെ സ്മൃതി പോലും ഉണ്ടാകരുത്. അപ്പോൾ മായാജീതം വിജയിയും ആകും. സ്ലോഗൻ: ഏതുപോലെ ആത്മാവും ശരീരവും കമ്പൈൻഡ് ആണോ, അതേപോലെ താങ്കൾ ബാബയോടൊപ്പം കമ്പൈൻഡ് ആയിരിക്കൂ. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സംഘടനയിൽ ഓരോരുത്തരുടെയും വിശേഷതയെ നോക്കണം. വിശേഷത മാത്രം ഗ്രഹിക്കണം. ദൗർബല്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രയത്നം ചെയ്യണം. ഇതുതന്നെയാണ് ഏകതയുടെ സംഘടന ശക്തമാക്കാനുള്ള വിധി. ഏതുപോലെ നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കുന്നതും സംസാരിക്കുന്നതും നടക്കുന്നതും ഒരുപോലെയാണോ? അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരേ കാര്യങ്ങൾ, ഒരേ ഗതി, ഒരേ രീതി, ഒരേ നീതിയാണോ? അതേപോലെ തന്നെ സംസ്കാരവും സമാനമായി കാണപ്പെടണം. ഭിന്നത ഉണ്ടെങ്കിൽ പോലും പരസ്പരം വിശ്വാസം വെച്ച് എല്ലാവരുടെയും വിചാരങ്ങളെ ബഹുമാനിക്കൂ. ഇതാണ് ഏകതയുടെ ആധാരം.
സദ്ഗുരുവായ ബാബയിൽ നിന്നും സ്മൃതി സ്വരൂപമായി ഭവിക്കട്ടെ എന്ന വരദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ആത്മസ്മൃതിയുടെ തിലകധാരിയായി മാറും. ഈ ആത്മസ്വരൂപ സ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശബ്ദത്തിനുപരി ശാന്ത സ്വരൂപ അവസ്ഥ എനിക്ക് പ്രാപ്തമാകുന്നു. സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടാകും. ഇപ്പോൾ ഞാൻ പരമാത്മാ സ്മൃതിയുടെ തിലകം അണിയുകയാണ്. പരമധാമത്തിലെ പരമജ്യോതിയായി ബാബയുടെ സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ അനാദി സ്വീറ്റ് സൈലൻസ് സ്വരൂപസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമാകുമ്പോൾ എന്നിൽ ശക്തികൾ ഉണർന്നു വരുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ വിശേഷ ശക്തികൾ എന്നെ പരമാർത്ഥ മാർഗത്തിൽ വിഘ്നവിനാശകനാക്കി മാറ്റും. ഈ സൈലൻസിൻ്റെ ശക്തിയുടെ ആധാരത്തിൽ എനിക്ക് വിപരീത സാഹചര്യങ്ങളിൽ നിന്നും വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടും ഇരിക്കുവാൻ സാധിക്കും. ഈ സ്വീറ്റ് സൈലൻസ് സ്വരൂപ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശേഷ ആത്മാവായ ഞാൻ ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ വിശ്വമാകെ വ്യാപിക്കുന്നു. आज भी देते